തീവ്രമായ മതപീഡനങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും വിളനിലമായി മാറിയിരിക്കുന്ന ആധുനിക ചൈനയുടെ യഥാർത്ഥ ചിത്രം ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. പുരോഗതിയുടെയും സാമ്പത്തിക കുതിപ്പിന്റെയും തിളക്കമുള്ള മുഖപടത്തിന് പിന്നിൽ വംശീയ ഉന്മൂലനത്തിന്റെയും വിശ്വാസ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റത്തിന്റെയും ഭീകരമായ കഥകളാണ് ചൈനയിലെ തടങ്കൽ പാളയങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. ഗുൽബഹാർ ജലിലോവ എന്ന ഉയ്ഗൂർ യുവതിയുടെ അനുഭവങ്ങൾ ഈ ക്രൂരതയുടെ മഞ്ഞുമലയുടെ ഒരറ്റ മാത്രമാണ്. വെറും 14 ചതുരശ്ര മീറ്റർ മാത്രമുള്ള കടുസായ മുറിയിൽ 30-ലധികം സ്ത്രീകളെ മൃഗങ്ങളെ പോലെ പാർപ്പിക്കുകയും കാലുകളിൽ 5 കിലോ തൂക്കമുള്ള ചങ്ങലകൾ ധരിപ്പിക്കുകയും ചെയ്ത ചൈനീസ് അധികൃതരുടെ നടപടി ആധുനിക ലോകത്തിന് അപമാനമാണ്. ഉറങ്ങാൻ പോലും സ്ഥലമില്ലാത്തതിനാൽ ഊഴമിട്ട് ഉറങ്ങേണ്ടി വരുന്ന തടവുകാരുടെ അവസ്ഥയും കുറ്റം സമ്മതിക്കാൻ വിസമ്മതിക്കുമ്പോൾ മരത്തടികൾ കൊണ്ടുള്ള ക്രൂരമായ മർദ്ദനവും ഒരു ജനാധിപത്യ സമൂഹത്തിന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ചൈനയുടെ വടക്കു പടിഞ്ഞാറ് സിൻജിയാങ് പ്രവിശ്യയിലെ ഉയ്ഗൂർ മുസ്ലിം ഇന്ന് ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവന്മാരായ ജനതയായി മാറിയിരിക്കുന്നു. ഇവരെ പാർപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകളെ പുനർവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്ന് ചൈന വിശേഷിപ്പിക്കുമ്പോഴും അവ യഥാർത്ഥത്തിൽ നരകതുല്യമായ തടങ്കൽ പാളയങ്ങളാണെന്ന് അതിജീവിച്ചവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഭക്ഷണത്തിൽ പന്നിയിറച്ചി കലർത്തി നൽകിയതും അത് കഴിക്കാൻ വിസമ്മതിക്കുന്നവരെ കഠിനമായി ശിക്ഷിച്ചതും അവരുടെ മതവിശ്വാസത്തെ ചൈന പരസ്യമായി വെല്ലുവിളിക്കുന്നതാണ്. ഇതിലും ഭീകരമാണ് സ്ത്രീകൾക്ക് നൽകുന്ന അജ്ഞാതമായ കുത്തിവയ്പ്പുകൾ. ആർത്തവ ചക്രം പോലും നിലക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ നൽകുന്നതിലൂടെ ഒരു വംശത്തെ തന്നെ വന്ധ്യീകരിക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. അർദ്ധരാത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന യുവതികൾ പിന്നീട് മടങ്ങി വരാത്തതും അവയവക്കടത്ത് അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നതും ഈ ക്യാമ്പുകളുടെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. ഗുൽബഹാർ ജലിലോവയെ പോലെ വിദേശ പൗരത്വമുള്ളവർ പോലും ഇത്തരം പീഡനങ്ങളിൽ നിന്ന് മുക്തരല്ല എന്നത് ചൈനയുടെ ധിക്കാരപരമായ സമീപനത്തെയാണ് കാട്ടുന്നത്. കസാക്കിസ്ഥാൻ പൗരത്വമുള്ള ഗുൽബഹാറിനെ വ്യാപാര ആവശ്യത്തിന് എത്തിയപ്പോൾ പിടികൂടുകയും അവരുടെ പാസ്പോർട്ട് കണ്ടുകെട്ടുകയും ചെയ്ത നടപടി അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാണ്. 15 മാസത്തെ നരകയാതനയ്ക്ക് ശേഷം കസാക്കിസ്ഥാൻ സർക്കാരിന്റെ സമ്മർദ്ദം മൂലമാണ് അവർക്ക് മോചനം സാധ്യമായത്. ജയിലുകളിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും നിർബന്ധിത ഗർഭചിത്രവും ഇന്ന് ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നുണ്ടെങ്കിലും ഇതിനെതിരെ ശക്തമായ ആഗോള പ്രതിഷേധങ്ങൾ ഇനിയും രൂപപ്പെട്ടിട്ടില്ല എന്നത് ഖേദകരമാണ്. വിശുദ്ധമാസമായ റംസാനിൽ പോലും വിശ്വാസികൾക്ക് നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പകൽ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിന്റെ വീഡിയോകൾ അധികൃതർക്ക് അയച്ചു കൊടുക്കണമെന്ന നിബന്ധനയും വ്രതം തടയാൻ കഠിന ജോലി ചെയ്യിപ്പിക്കുന്നതും വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ കടുത്ത ലംഘനമാണ്. മതപീഡനം മുസ്ലിങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് ചൈനയിലെ മറ്റൊരു വസ്തുത. ടിബറ്റിലെ ബുദ്ധമതക്കാരെയും ക്രിസ്ത്യാനികളെയും ഇതേപോലെ തന്നെ വേട്ടയാടപ്പെടുന്നുണ്ട്. ദലൈലാമയോടുള്ള ചൈനയുടെ വിരോധം ദശാബ്ദങ്ങളായി തുടരുന്നതാണ്. ടിബറ്റൻ ബുദ്ധമതത്തെ ചൈനീസ് വൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവരുടെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിൽ നിന്ന് കുരിശുകൾ നീക്കം ചെയ്യാനും യേശുവിനും മറിയത്തിനും പകരം പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ ചിത്രങ്ങൾ സ്ഥാപിക്കാനും നൽകുന്ന നിർദ്ദേശങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപ്രമാദിത്വം മതത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള നീക്കമാണ്. ബൈബിൾ അടക്കമുള്ള മതഗ്രന്ഥങ്ങൾ സെൻസർ ചെയ്യുകയും പള്ളികളിൽ പാർട്ടി മുദ്രാവാക്യങ്ങൾ നിർബന്ധമാക്കുകയും ചെയ്യുന്നതിലൂടെ വിശ്വാസത്തിന്റെ കാതൽ തന്നെ തകർക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ വംശീയ തടങ്കൽ പാളയങ്ങളാണ് സിൻജിയാങ്ങിൽ ഉള്ളതെന്ന് അമേരിക്കൻ കോൺഗ്രസ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഏകദേശം 10 ലക്ഷത്തിലധികം ആളുകളെ ഇത്തരം ക്യാമ്പുകളിൽ അടച്ചിട്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹാൻ വംശജരെ ഈ മേഖലയിലേക്ക് വലിയ തോതിൽ കുടിയേറി പാർപ്പിക്കുകയും ബന്ധുസഖാക്കൾ എന്ന പേരിൽ മുസ്ലിം വീടുകളിൽ ചാരന്മാരെ നിയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ ഓരോ കുടുംബത്തിന്റെയും സ്വകാര്യത ചൈന ഇല്ലാതാക്കുന്നു. വീടുകളിൽ എത്തുന്ന ഈ സർക്കാർ പ്രതിനിധികൾ അവിടുത്തെ അംഗങ്ങൾക്കൊപ്പം താമസിക്കുകയും അവരുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. മദ്യപിക്കാത്തതോ താടി വളർത്തുന്നതോ പോലും തീവ്രവാദത്തിന്റെ ലക്ഷണമായി കണ്ട് ആളുകളെ പിടിച്ചുകൊണ്ടു പോകുന്ന രീതിയാണ് അവിടെ നിലനിൽക്കുന്നത്. ആരാധനാലയങ്ങൾ തകർത്ത് മൂത്രപ്പുരകളും ബാറുകളുമാക്കി മാറ്റുന്നത് വിശ്വാസികളെ അപമാനിക്കുന്നതിനുള്ള മാർഗമായാണ് ചൈന കാണുന്നത്. 2020 ആഷദി ഗ്രാമത്തിലെ ജുമാ മസ്ജിദ് പൊളിച്ച് മൂത്രപ്പുരയാക്കിയതും പള്ളികൾ കയറി പാർട്ടിക്കൊടി നാട്ടിയതും ഇതിന് ഉദാഹരണമാണ്. പുരാതനമായ ലാൻഷൌ സിഗ്ഗാൻ മസ്ജിദ് പൊളിച്ചു നീക്കിയതിനെതിരെ പ്രതിഷേധിച്ചവരെ ബലം ഉപയോഗിച്ചാണ് നേരിട്ടത്. ഇത്തരം നടപടികളിലൂടെ ഒരു ജനതയുടെ സാംസ്കാരിക സ്വത്വത്തെ തന്നെ ഇല്ലാതാക്കി അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുസരണയുള്ള ഉപകരണങ്ങളാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പോരാട്ടങ്ങളെ പിന്തുണയ്ക്കുന്ന പല രാജ്യങ്ങളും ചൈനയുമായുള്ള സാമ്പത്തിക ലാഭങ്ങൾ കണക്കിലെടുത്ത് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് ഇരകളുടെ വേദന വർദ്ധിപ്പിക്കുന്നു. മാവോയുടെ കാലത്ത് നിന്ന് ചൈന സാമ്പത്തികമായി ഒരുപാട് മുന്നേറിയെങ്കിലും മതങ്ങളോടുള്ള അവരുടെ
സമീപനത്തിന് മാറ്റമില്ല. ഔദ്യോഗികമായി 5 മതങ്ങളെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടുത്ത നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. ഭരണകൂടം നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ മതം വിശ്വസിക്കാവൂ എന്ന നിലപാട് വിശ്വാസത്തിന്റെ അർത്ഥം തന്നെ ഇല്ലാതാക്കുന്നു. പീഡനങ്ങൾ ഭയന്ന് പലായനം ചെയ്യുന്ന ക്രിസ്തീയ മിഷണറിമാരുടെയും വിശ്വാസികളുടെയും കഥകൾ പുറം ലോകം അറിയുന്നത് വളരെ വൈകിയാണ്. തായ്ലാന്റിലും ദക്ഷിണ കൊറിയയിലും അഭയം തേടിയ ചൈനീസ് ക്രൈസ്തവരെ തിരികെ എത്തിക്കാൻ സൈന്യം ചെലുത്തുന്ന സമ്മർദ്ദം അവരുടെ നീണ്ട കാലങ്ങൾ അതിർത്തികൾക്ക് അപ്പുറം എത്തുന്നതിന്റെ തെളിവാണ്. അമേരിക്കയും അന്താരാഷ്ട്ര സംഘടനകളും ഇടപെട്ടത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട പലരുമുണ്ട്. ചുരുക്കത്തിൽ ചൈനയിൽ നടക്കുന്നത് വെറുമൊരു മതപരമായ നിയന്ത്രണമല്ല, മറിച്ചൊരു ജനതയുടെയും അവരുടെ സംസ്കാരത്തിന്റെയും ആസൂത്രിതമായ ഉന്മൂലനമാണ്. വികസനത്തിന്റെ തിളക്കത്തിന് പിന്നിൽ മാറി മറിയുന്ന ഈ രക്തക്കറകൾ കാണാൻ ലോകം പലപ്പോഴും വിസമ്മതിക്കുന്നു. കേരളത്തെ പോലുള്ള സ്ഥലങ്ങളിൽ പോലും റോഹിംഗ്യൻ വിഷയത്തിൽ കാണിക്കുന്ന ആവേശം ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകാത്തത് രാഷ്ട്രീയ താല്പര്യങ്ങൾ മൂലമാണ്. എന്നാൽ സത്യങ്ങൾ അധികകാലം മൂടിവെക്കാൻ കഴിയില്ലെന്ന് ഗുൽബഹാർ ജലീലോവയെ പോലുള്ളവരുടെ സാക്ഷ്യപ്പെടുത്തലുകൾ തെളിയിക്കുന്നു. മതസ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും ചൈനീസ് മതിലുകൾക്കുള്ളിൽ ശ്വാസം മുട്ടുമ്പോൾ ലോകം ഇടപെടാൻ വൈകുന്ന ഓരോ നിമിഷവും അനേകം ജീവനുകൾ അവിടെ പൊലിയുകയാണ്. കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിന്റെ ക്രൂരതകൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടത് ഏതൊരു പരിഷ്കൃത സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ചൈനീസ് ഭരണകൂടം എത്ര തന്നെ നിഷേധിച്ചാലും അവിടുത്തെ തടങ്കൽ പാളയങ്ങളിൽ നിന്ന് ഉയരുന്ന നിലവിളികൾ കാലം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. വിശ്വാസത്തെ അധികാരം കൊണ്ട് അടിച്ചമർത്താൻ നോക്കുന്നവർ ചരിത്രത്തിൽ എക്കാലവും പരാജയപ്പെട്ടിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം ചൈന തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസൂത്രിതമായ വംശഹത്യയുടെയും മതപീഡനത്തിന്റെയും പുതിയ രീതികൾ ഓരോ ദിവസവും പുറത്തു കൊണ്ടുവരികയാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പൗരന്മാരെ 24 മണിക്കൂറിലും നിരീക്ഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ജയിലായി സിൻജിയാങ് മാറിയിരിക്കുന്നു. മുഖം തിരിച്ചറിയുന്ന ക്യാമറകളും മൊബൈൽ ആപ്പുകളും ഉപയോഗിച്ച് ഓരോ ഉയ്ഗൂർ പൗരന്റെയും സ്വകാര്യ ജീവിതം ഭരണകൂടം നിയന്ത്രിക്കുന്നു. ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തം മതവിശ്വാസത്തിന്റെ പേരിൽ തടവറകളിൽ കഴിയേണ്ടി വരുന്നത് മാനവികതയ്ക്ക് മേലുള്ള വലിയ ചോദ്യചിഹ്നമാണ്. ഈ ക്രൂരതകൾ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വിപണിയും വ്യാപാരവും മനുഷ്യജീവനേക്കാൾ വലുതല്ലെന്ന തിരിച്ചറിവാണ് ലോകരാജ്യങ്ങൾക്ക് ഉണ്ടാകേണ്ടത്.